ബഹുമാന്യായ അധ്യക്ഷ, കക്കോടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മല്ലിക പുനത്തിൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ മാനേജർ ശ്രീ കെ ചോയ്ക്കുട്ടി അവർ, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ മജീദ് അവർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ രാജൻ അവർ, PTA പ്രസിഡന്റ് ശ്രീമതി ജിബിന, MPTA ചെയർപേഴ്സൺ സജിന, സ്കൂൾ ലീഡർ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടന കർമ്മവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങളും അവതരിപ്പിക്കുന്ന കലാവിരുന്ന് ഇന്ന് ഈ സ്റ്റേജിൽ അരങ്ങേറുകയാണ്. ഒപ്പം കോഴിക്കോട് നമ്മുടെ MP ശ്രീ രാഘവൻ അവർ MP ഫണ്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി 3 ലാപ്ടോപ്പ് നൽകിയിരുന്നു. ആ ലാപ്ടോപ്പിൻ്റെ വിതരണ ഉദ്ഘാടനവും അല്പസമയം കഴിഞ്ഞ് നടക്കും. അപ്പോൾ ഈ പരിപാടി ഒരു ആഘോഷമാക്കാൻ, ഉത്സവമാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, കുഞ്ഞുങ്ങൾ, ഏറെ സന്തോഷമുണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അരങ്ങേറുമ്പോൾ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്കൂളിൻ്റെ മാനേജർ ശ്രീ കെ ചോയ്ക്കുട്ടി അവர்களാണ്. അദ്ദേഹത്തെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മല്ലികേച്ചി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികേച്ചി, അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് LKG UKG കുട്ടികൾക്ക് ടാലൻറ്റ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഈ ചടങ്ങിൽ നടക്കുന്നുണ്ട്. അതുപോലെ സബ് ജില്ലാ കലാമേളയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് A ഗ്രേഡ് നൽകിയ കുഞ്ഞുങ്ങൾക്കുള്ള അവാർഡ് വിതരണവും ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ മജീദ് അവർക്ക് യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീ രാജൻ അവர்களെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. PTA പ്രസിഡന്റ്, MPTA ചെയർപേഴ്സൺ, സഹപ്രവർത്തകരെ, കുഞ്ഞുങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി മല്ലിക പുനത്തിൽ അവരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി വാർഷികാഘോഷം ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇപ്പോഴത്തെ സ്കൂളിൻ്റെ മാനേജറുമായിട്ടുള്ള ചോയ്ക്കുട്ടിയേട്ടൻ, അതേപോലെ നമ്മുടെ ഈ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി മജീദ് ഖാൻ, അതേപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗം രാജേട്ടൻ, HM, അതേപോലെ നമ്മുടെ PTA ഭാരവാഹികൾ, MPTA ഭാരവാഹികൾ, നമ്മുടെ മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ, അതായത് നമ്മുടെ വാർഡിൻ്റെ ഒരു ഉത്സവമാണ് ഇന്ന്, അല്ലേ? പക്ഷേ എന്താണ്, ഇപ്പോൾ ടീച്ചർ ഇവിടെ പറഞ്ഞു, എല്ലാ കുട്ടികളും ഇവിടെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിലുപരി നമുക്കറിയാം, നമ്മുടെ കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയത്തിലും മുൻപന്തിയിൽ നിൽക്കുകയാണ്. നമ്മളൊരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ മികവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധ്യാപകരാണ്.
അതേപോലെ തന്നെ അധ്യാപകരോടൊപ്പം തന്നെ അതിൽ PTA ഭാരവാഹികൾ അവർക്ക് തമ്മിലുള്ള ആ എന്താ പറയുക കോർഡിനേഷൻ, അങ്ങനെ അത് ബലമുള്ളതാണെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചു കൊണ്ടുപോകും എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്കറിയാം, നമ്മുടെ കക്കോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം 12 LP സ്കൂളുകളും അതേപോലെ ഒരു ഹൈസ്കൂളാണുള്ളത്, 4 UP സ്കൂള്, അതേപോലെ 8 ALP സ്കൂളുകളാണുള്ളത്. ഇത്തവണ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ തവണ പിന്നെ നമ്മൾ ഈ പഞ്ചായത്ത് സ്കൂളുകൾക്കായിരുന്നു നമ്മൾ ചെയ്തത് 21 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഫർണിച്ചർ വിതരണമാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ SC വിദ്യാർത്ഥികളായ കുട്ടികളുടെ പിന്നോക്കാവസ്ഥ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, പഠനമുറി ഒരുക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് പഠിക്കാനുള്ള സൗകര്യത്തിനൊക്കെ കൊടുക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്കൂളുകളിലും നമ്മുടെ 12 സ്കൂളുകളിലെ LP സ്കൂളുകൾ കുട്ടികൾക്ക്, SC വിദ്യാർത്ഥികൾക്ക്, അതും അതേപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾക്ക് നമുക്ക് 138ഓളം കുട്ടികളാണ് ഇംപ്ലിമെൻറ്റിംഗ് നിർവഹണ ഉദ്യോഗസ്ഥ എല്ലാ HMമാരുടെയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 138ഓളം കുട്ടികളാണ് നമ്മുടെ പഞ്ചായത്തിൽ SC വിദ്യാർത്ഥികളായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുള്ളത്. ഇത്തവണ നമ്മൾ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് ആ കുട്ടികൾ 70ഓളം കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠന സഹായത്തിന് വേണ്ടി മേശ കസേര കൊടുക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഇതേപോലുള്ള പല പരിപാടികൾ നമ്മൾ നടത്തി വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്തവണ കഴിഞ്ഞ 2023-24 വർഷത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയിൽ ഇത്തവണ UP തലത്തിൽ നമ്മൾക്ക് മുഴുവൻ കുട്ടികൾക്കും, അതായത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് വ്യത്യാസമില്ലാതെ നമ്മൾ കുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ്, അതായത് അവരെ കരാട്ടെ പരിശീലനത്തിനാണ് നമ്മൾ ഇപ്പോൾ ഇത്തവണ പോകുന്നത്. അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ UP തലത്തിലുള്ള HMമാരെ വിളിച്ചു, കരാട്ടെ മാസ്റ്റർ വിളിച്ച്, PTA ഭാരവാഹിയൊക്കെ വിളിച്ചിട്ട് ഏത് രീതിയിൽ നമുക്കത് നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ പ്രസംഗത്തിനല്ല ഇപ്പം പ്രാധാന്യം ഉണ്ടാകുക. കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ പരിപാടികളൊക്കെ എപ്പോഴാണ് ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിപ്പം 10-12 മണിയാവും ഉണ്ടാവും നടന്ന് നമ്മൾ അവസാനിക്കാറാവുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കത്തിനായി കുട്ടികളൊക്കെ എങ്ങനെ ആകാംക്ഷരായി കാത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജോയ്കുട്ടിയേടനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷ, കക്കോടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക, വേദിയിലിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ബഹുമാന്യനായ KP മജീദ്, K. രാജൻ, ഈ സ്കൂളിലെ ബഹുമാന്യരായ അധ്യാപികമാരും പ്രിയമുള്ള രക്ഷിതാക്കളെ, നാട്ടുകാരും, വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ പ്രദേശത്തെ ഏക LP സ്കൂളാണ് മക്കട വെസ്റ്റ് ALP സ്കൂൾ. ഒരു കാലത്ത് ഒരുപാട് കുട്ടികൾ, ഏതാണ്ട് 300ഓളം വരുന്ന കുട്ടികൾ ആദ്യാക്ഷരം പഠിച്ച ഒരു സ്കൂളായിരുന്നു ഇത്.
പിന്നീട് സ്കൂളിൽ പല കാരണങ്ങളാൽ കുട്ടികൾ കുറഞ്ഞ് വന്ന് ഇപ്പോൾ അത്യാവശ്യം നിലനിന്ന് പോകത്തക്ക രീതിയിലുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. ആ കുട്ടികളെ നമ്മൾ സ്കൂളിലെത്തിക്കുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്നും കൂടി ആണ് എന്നുള്ളതുകൊണ്ട് ഒരു മാസത്തിൽ വാഹന ചെലവ് എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 45,000 രൂപ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 1/3 ഭാഗം ചെലവഴിക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകരാണ്. 15,000 രൂപയിലേറെ ഒരു മാസത്തിൽ മാനേജിംഗ് കമ്മിറ്റി ചെലവഴിക്കുന്നുണ്ട്. ബാക്കി വരുന്ന 1/3 ഭാഗം എല്ലാ കുട്ടികളോടൊന്നും നമുക്ക് പൈസ കിട്ടില്ല. അവരോട് കിട്ടുന്നത് വാങ്ങുക എന്നുള്ള നിലപാട് സ്വീകരിച്ച് പോകാൻ കഴിയും. 1/3 ഭാഗം അവർ നിർവഹിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്കൂൾ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് ചിലവുകളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന ചിലവ് കൂടി ആലോചിക്കുമ്പോൾ അത് വലിയ തുക തന്നെയായിട്ട് മാറുകയാണ്. ഒന്നാമത് ഈ സ്കൂളിൻ്റെ പ്രദേശത്ത് നിന്ന് കുട്ടികളെ പല പ്രലോഭനങ്ങൾ നൽകി അവരെ ദൂര സ്ഥലങ്ങളിലുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഏതാണ്ട് 2 3 4 വാഹനങ്ങൾ നമ്മുടെ ഈ പടിഞ്ഞാറ് ചുറ്റി ചെറുകുളം കേന്ദ്രമായിട്ട് ഉണ്ട്. കുട്ടികളുടെ കുറവ് ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇതേപോലുള്ള വിദ്യാലയങ്ങളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകാൻ വാഹനങ്ങളുമായിട്ട് ഇവിടെ വരുന്നത്.